പോസ്റ്റ്പോൾ 2026 എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ 6ാമത്തെ ജില്ലയായ കോട്ടയം ജില്ലയിലേക്ക് കിടക്കുകയാണ്. കോട്ടയം ജില്ല 2016 വരെ UDFന്റെ ശക്തി ദുർഗമായിരുന്ന ജില്ലയായിരുന്നു. എന്നാൽ 2021 LDFന് കൂടുതൽ ആധിപത്യമുള്ള ജില്ലയായി കോട്ടയം ജില്ല മാറി. മാണി ഗ്രൂപ്പിന്റെ ആ ഒരു മുന്നണി മാറ്റമാണ് സത്യത്തിൽ നിർണായകമായത്. ആ നിലയ്ക്ക് 2021 ആകെയുള്ള 9 നിയമസഭാ നിയോജക മണ്ഡലങ്ങളിൽ 5 LDFും 4 UDFും ജയിച്ച ജില്ല 5 വർഷങ്ങൾക്ക് പുറത്ത് എന്തെങ്കിലും ഒരു തരംഗ സ്വഭാവം കാണിക്കുന്നുണ്ടോ എന്നാണ് നമ്മൾ വരുന്ന മിനിറ്റുകളിൽ പരിശോധിക്കുന്നത്. കോട്ടയം ജില്ലയിലെ 9 നിയമസഭാ നിയോജക മണ്ഡലങ്ങളിലൂടെ കടന്നുപോകുമ്പോൾ പാലാ, കടുത്തുരുത്തി, വൈക്കം, ഏറ്റുമാനൂർ, കോട്ടയം, പുതുപ്പള്ളി, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, പൂഞ്ഞാർ 9 നിയമസഭാ നിയോജക മണ്ഡലങ്ങൾ ഇവയാണ്. പാലാ, കടുത്തുരുത്തി, വൈക്കം, ഏറ്റുമാനൂർ, കോട്ടയം, പുതുപ്പള്ളി, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, പൂഞ്ഞാർ ഈ 9 നിയമസഭാ നിയോജക മണ്ഡലങ്ങളിൽ എന്ത് സംഭവിക്കുന്നുവെന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മൾ പാലായിൽ നിന്ന് തുടങ്ങുകയാണ്. പാല അതിശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലം ഇക്കുറി. അതേസമയം 2021 മാത്രമല്ല 2019 ഉപതെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയായിട്ടാണ് മാണി സി കാപ്പൻ, മറ്റൊരു മാണി, പാലായിൽ നിന്ന് ജയിച്ചു വരുന്നത്. 1967 മുതൽ 12 തവണയാണ്, തുടർച്ചയായി 12 തവണയാണ് KM മാണി കേരള കോൺഗ്രസിന് വേണ്ടി, UDFന് വേണ്ടി കേരളത്തിന്റെ നിയമസഭയിലേക്ക് പാലാ മണ്ഡലത്തിൽ നിന്ന് വന്നത്. KM മാണി എന്ന പേര് പറയാതെ നമുക്ക് പാലാ മണ്ഡലത്തെ പരാമർശിക്കാൻ പോലും കഴിയാത്ത സാഹചര്യമാണ്. എന്നാൽ 2019 ഉപതെരഞ്ഞെടുപ്പിലാണ് ആദ്യമായി പാലായിൽ നിന്ന് LDFന്റെ സ്ഥാനാർത്ഥി, അല്ലെങ്കിൽ KM മാണി അല്ലാതെ മറ്റൊരു സ്ഥാനാർത്ഥി കേരളത്തിന്റെ നിയമസഭയിലേക്ക് എത്തുന്നത്. 2943 വോട്ടുകൾക്കായിരുന്നു ആ ഇടത് അട്ടിമറി, LDFന്റെ അട്ടിമറി. ടോം ജോസ് പുലിക്കുന്നേലിനെയാണ് ആ തെരഞ്ഞെടുപ്പിൽ മാണി സി കാപ്പൻ തോൽപ്പിച്ചത്. എന്നാൽ ആ 54 വർഷത്തെ ഉരുക്കുകോട്ട തകർത്ത ശേഷം 2 വർഷങ്ങൾക്കിപ്പുറം ഈ പാലാ സീറ്റിന്റെ പേരിൽ മാത്രം പിണങ്ങി മാണി സി കാപ്പൻ UDFന് ഒപ്പം നിൽക്കുകയായിരുന്നു. അങ്ങനെ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാണി സി കാപ്പന്റെ ലീഡ്, ജോസ് കെ മാണിക്കെതിരെ മാണി സി കാപ്പന്റെ ലീഡ് 15,378 വോട്ടുകളുടെ നിർണായകമായ ആധികാരികമായ ലീഡാണ്. അവിടെ ഇക്കുറി നടക്കുന്ന മത്സരം സത്യത്തിൽ ഒരു രക്ഷയുമില്ലാത്ത ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്നാണ് നമുക്ക് പറയേണ്ടി വരുന്നത്. ഒരു അട്ടിമറി ജോസ് കെ മാണി നടത്തുമോ എന്ന് പോലും പല ഘട്ടങ്ങളിലും സംശയിക്കുന്ന ഒരു സാഹചര്യമാണ്. ഏതായാലും കരിങ്കോടക്കൽ മാണി എന്ന KM മാണിയുടെ മണ്ഡലം 2019 അട്ടിമറിയിലൂടെ പിടിച്ചെടുത്ത മാണി സി കാപ്പന് ഒപ്പം തന്നെ ചെറിയ ഒരു എഡ്ജ് മാണി സി കാപ്പനൊപ്പം തന്നെ ഇപ്പോഴും ആ മണ്ഡലം പുലർത്തുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോഴും പ്രവചനാതീതമാണെന്ന് കൃത്യമായി പറയാവുന്ന മത്സരമുഖമാണ് എങ്കിൽ പോലും മാണി സി കാപ്പനുടെ ചെറിയ ഒരു മുൻതൂക്കം ഈ മണ്ഡലത്തിലുണ്ട് എന്നുള്ളത് കൊണ്ട് നമുക്ക് കോട്ടയം ജില്ലയിലെ ആദ്യത്തെ സീറ്റായ പാല നമുക്ക് UDFന് അനുകൂലമായി എഴുതേണ്ടി വരുന്നു. മാണി സി കാപ്പൻ ഒരിക്കൽ കൂടി ഈ മൂന്നാം അംഗം എന്ന് പറഞ്ഞാൽ മാണി സി കാപ്പൻ KM മാണിയോട് പലതവണ മത്സരിച്ച് പരാജയപ്പെട്ട് ലീഡിങ്ങിനെ കുറച്ച് കൊണ്ടുവന്നയാളാണ്. അതുകൊണ്ട് മാണി സി കാപ്പനെ സംബന്ധിച്ച് അംഗത്തിന്റെ എണ്ണം കൂടുതലാണ്. എങ്കിലും തുടർച്ചയായി 2 തവണ MLA ആയി ഇരുന്ന ശേഷം മൂന്നാമത്തെ വിജയം ലക്ഷ്യം കണ്ടുകൊണ്ടിറങ്ങുന്ന മാണി സി കാപ്പൻ ഒരു നേരിയ വ്യത്യാസത്തിലെങ്കിലും പാലായിൽ നിന്ന് കേരളത്തിന്റെ നിയമസഭയിലേക്ക് വരുമെന്ന് പാലാ പ്രവചിക്കുമ്പോൾ നമ്മൾ ഇനി കടുത്തുരുത്തിയിലേക്ക് വരികയാണ്. കടുത്തുരുത്തിയിലും മത്സരം കടുപ്പമാണ്. അപ്പോഴും കടുത്തുരുത്തി മോൻസ് ജോസഫ് എന്ന പേരിനോട് കൂടുതൽ ചേർന്ന് നിൽക്കുന്ന മണ്ഡലമാണ്. അവിടെ ഇത്തവണ LDF ഇറക്കിയിരിക്കുന്നത് നിർമ്മല ജിമ്മിയാണ്. മുൻ കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ നിർമ്മല ജിമ്മി കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ സുരേഷ് എറ്റിക്കുന്നേൽ BJPയുടെ സ്ഥാനാർത്ഥിയായിട്ടും അവിടെ ഇറങ്ങുന്നു. മോൻസിന്റെ കഴിഞ്ഞ തവണത്തെ ലീഡ് വെറും 4256 വോട്ടുകൾ മാത്രമായിരുന്നു. എന്നാൽ മോൻസ് തുടർച്ചയായി 4 തവണയായി അവിടെ നിന്ന് ജയിക്കുന്നു. ഈ തുടർച്ചയായ 4 തവണയ്ക്ക് മുൻപ് ഒരു തവണ കൂടി അദ്ദേഹം അവിടെ നിന്ന് ജയിച്ചിട്ടുണ്ട്. പക്ഷെ 2001 മോൻസിന് കടുത്തുരുത്തിയിൽ കാലിടറുകയും ചെയ്തിട്ടുണ്ട്. 2001 കേരള കോൺഗ്രസിലെ സ്റ്റീഫൻ ജോർജിനോട് മോൻസ് ജോസഫ് തോൽക്കുന്നുമുണ്ട്. ഏതായാലും 5 തവണ ആകെ കടുത്തുരുത്തിയിൽ നിന്ന് MLA ആയിരുന്ന മോൻസ് ജോസഫ്, അദ്ദേഹത്തിന്റെ 2016 ലീഡ് കണ്ടുകഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകും. 42,236 വോട്ടുകളുടെ ലീഡിലാണ് കടുത്തുരുത്തിയിൽ നിന്ന് മോൻസ് ജോസഫ് കേരളത്തിന്റെ നിയമസഭയിലേക്ക് 2016 വന്നതെങ്കിൽ 2021 എത്തിയപ്പോൾ ലീഡ് 4,256 കുറയുന്നു. 5 വർഷങ്ങൾക്കിപ്പുറം 2026 എത്തുമ്പോഴും നിർമ്മല ജിമ്മിയെ അട്ടിമറിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നിർമ്മല ജിമ്മിയെ തോൽപ്പിച്ചുകൊണ്ട് മോൻസ് ജോസഫ് മണ്ഡലം നിലനിർത്തുന്നു. കടുത്തുരുത്തി മോൻസ് ജോസഫിനൊപ്പം തന്നെ നിൽക്കുന്നു എന്ന സൂചനയാണ് രണ്ടാമത്തെ മണ്ഡലമായ കടുത്തുരുത്തി നൽകുന്നത്. അങ്ങനെ ആദ്യത്തെ 2 മണ്ഡലങ്ങളിൽ UDF വിജയിച്ച് കയറും എന്നുള്ള സൂചന നൽകിക്കൊണ്ട് മൂന്നാമത്തെ മണ്ഡലമായ വൈക്കത്തേക്ക് വരികയാണ്. വലിയ രാഷ്ട്രീയ കൗതുകമുള്ള മണ്ഡലമാണ്. 2 തവണ അവിടെ MLA ആയിരുന്ന കെ അജിത്ത്
പാർട്ടി മാറി BJP-യിലേക്ക് ചേർന്ന് BJP-യുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന അത്തരമൊരു രാഷ്ട്രീയ കൗതുകമുള്ള മണ്ഡലം. അതിശക്തമായ ത്രികോണ മത്സര മുഖമാണ് ഇക്കുറി വൈക്കം എന്ന് കൃത്യമായിട്ടും പറയാം. കഴിഞ്ഞ തവണ CPI-യുടെ CK ആശയ്ക്ക് 29,122 വോട്ടുകളുടെ ലീഡ് നൽകിക്കൊണ്ട്, ഭൂരിപക്ഷം നൽകിക്കൊണ്ട് കേരളത്തിന്റെ നിയമസഭയിലേക്ക് അയച്ച വൈക്കം മണ്ഡലം എക്കാലത്തും അത് CPI-യുടെ ഉറച്ച കോട്ടയായിരുന്നു എന്ന് കരുതപ്പെടുന്ന ജില്ലയാണ്. മണ്ഡലമാണ്. അവിടെ 1967 ഒരു KR നാരായണൻ വിജയിച്ചിട്ടുണ്ട് കോൺഗ്രസിന് വേണ്ടി, UDF-ന് വേണ്ടി വിജയിച്ച മണ്ഡലമാണ്. പിന്നീട് 91 ഒരു അട്ടിമറി. അടുത്ത കാലത്ത് 91 KR നാരായണൻ എന്ന് പറയുന്നത് നമ്മുടെ രാഷ്ട്രപതി KR നാരായണനല്ല, ഇത് മുൻ രാഷ്ട്രപതി KR നാരായണനല്ല, ഇത് മറ്റൊരു KR നാരായണനാണ്, കോൺഗ്രസിന്റെ നേതാവ്. അതിനുശേഷം 1991 കോൺഗ്രസ് തരംഗം, UDF തരംഗം അലയടിച്ചപ്പോഴാണ് അവിടെ വൈക്കത്ത് ഒരു അട്ടിമറി നടന്നത്. KK ബാലകൃഷ്ണനാണ് 35 വർഷം മുമ്പ് ആ അട്ടിമറി നടത്തുന്നത്. അതിന് സമാനമായ ഒരു സാഹചര്യം ഇക്കുറി ഉണ്ടോ എന്ന് സംശയിച്ചു പോകുന്ന സാഹചര്യമാണ്. അവിടെ KSU നേതാവായ K ബിനിമോൻ, KSU നേതാവ്, KSU-യിലൂടെ വന്നു, പിന്നീട് യൂത്ത് കോൺഗ്രസിലൊക്കെ സജീവമായി പ്രവർത്തിച്ചപ്പോൾ കോൺഗ്രസ് നേതാവ്, മുൻ ഗ്രാമപഞ്ചായത്ത്, തലയാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒക്കെ കൂടിയായ K ബിനിമോൻ വലിയ അട്ടിമറി സാധ്യത കാണിച്ചുകൊണ്ട് നിൽക്കുന്ന, അങ്ങനെ മുന്നേറുന്ന ഒരു മണ്ഡലമാണ്. വൈക്കത്തിനു വേണ്ടി CPI കുറിയിറക്കുന്നത് P പ്രദീപിനെയാണ്. അതേസമയം നേരത്തെ പറഞ്ഞതുപോലെ CPI-യുടെ മുൻ MLA K അജിത്ത് BJP-യുടെ സ്ഥാനാർത്ഥിയായിട്ടും മത്സരിക്കുന്നു. K അജിത്തിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു രാഷ്ട്രീയ പാരമ്പര്യം കൂടി നമുക്ക് പറയേണ്ടി വരുമെന്ന് തോന്നുന്നു. MK കേശവൻ 4 തവണ വൈക്കത്തിന്റെ MLA ആയിരുന്ന MK കേശവൻ എന്ന CPI നേതാവിന്റെ മകൻ കൂടിയാണ് K അജിത്ത് എന്നതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ വൈക്കത്തിക്കുറി 2026 അതിശക്തമായ ത്രികോണ മത്സരം നടക്കുന്നു. ഒരു അട്ടിമറി വേണമെങ്കിൽ പോലും, അട്ടിമറി സംഭവിച്ചാൽ പോലും അത്ഭുതമില്ലാത്ത ഒരു മണ്ഡലമായി വൈക്കം ഇക്കുറി മാറിയിട്ടുണ്ട്. ചിലപ്പോൾ അട്ടിമറി സംഭവിച്ചേക്കാം എന്ന നിലയിലുള്ള വിലയിരുത്തലുകളും ഉണ്ട്. എങ്കിലും CPI-യുടെ ഉരുക്ക് കോട്ട എന്ന നിലയിൽ ഈ ത്രികോണ മത്സരത്തിന്റെ ചെറിയ ഒരു ആനുകൂല്യമെങ്കിലും അത് കോൺഗ്രസിനായിരിക്കില്ല, അത് P പ്രദീപിന് CPI-ക്ക് തന്നെ ലഭിക്കുമെന്നും ചെറിയൊരു വ്യത്യാസത്തിലെങ്കിലും വൈക്കത്ത് നിന്ന് P പ്രദീപ് കേരളത്തിന്റെ നിയമസഭയിലേക്ക് പോകും എന്നുള്ള സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ ത്രികോണ മത്സരം നടക്കുന്ന ഈ പ്രവചനാതീതമായ മണ്ഡലം, വൈക്കം മണ്ഡലം, നമ്മളേതായാലും LDF-ന്റെ അക്കൗണ്ടിൽ തന്നെ എഴുതുകയാണ്, CPI-യുടെ അക്കൗണ്ടിൽ തന്നെ എഴുതുകയാണ്. അവിടെ നിന്ന് ഏറ്റുമാനൂരേക്ക് വരികയാണ്. ഏറ്റുമാനൂരും അതിവാശിയേറിയ പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ്. കഴിഞ്ഞ തുടർച്ചയായി തെരഞ്ഞെടുപ്പുകളിൽ LDF ജയിച്ചു വരുന്ന ഒരു മണ്ഡലവുമാണ്. കേരള കോൺഗ്രസിന്റെ മണ്ഡലമായിരുന്നു ശരിക്കും അതിനു മുൻപ്. തോമസ് ചാഴിക്കാടൻ തുടർച്ചയായി വിജയിച്ചു വന്നൊരു മണ്ഡലമായിരുന്നു ഏറ്റുമാനൂർ. അവിടെ നിന്ന് സുരേഷ് കുറുപ്പാണ്, എനിക്ക് തോന്നുന്നു 2011 സുരേഷ് കുറുപ്പാണ് ചാഴിക്കാടനെ അട്ടിമറിച്ചുകൊണ്ട് അവിടെ ഏറ്റുമാനൂർ മണ്ഡലം ഇടതുപക്ഷത്തിന്റെ മണ്ഡലമാക്കി മാറ്റുന്നത്. 2 തവണ സുരേഷ് കുറുപ്പ് ജയിച്ചു. കഴിഞ്ഞ തവണ VN വാസവനും ജയിച്ചു. വാസവന്റെ 2ാം അംഗത്തിൽ അവിടെ നാട്ടകം സുരേഷ്, DCC പ്രസിഡന്റ്, കോട്ടയം DCC പ്രസിഡന്റ് കൂടിയായ നാട്ടകം സുരേഷ് UDF സ്ഥാനാർത്ഥിയായി ഇറങ്ങുമ്പോൾ ഒരു അട്ടിമറി നാട്ടകം സുരേഷ് പ്രതീക്ഷിക്കുന്നുണ്ട്. NDA-ക്ക് വേണ്ടി ആതിര D നായരാണ് 2020 സ്ഥാനാർത്ഥി. ഇൻഫ്ലുവൻസർ 25 വയസ്സുകാരി ആതിര D നായരും കളത്തിലിറങ്ങുമ്പോൾ അതിശക്തമായ പോരാട്ടം തന്നെയാണ് ഏറ്റുമാനൂരിൽ നടക്കുന്നത്. കഴിഞ്ഞ തവണത്തെ VN വാസവന്റെ ലീഡ് 14,303 വോട്ടുകളായിരുന്നു. ഏതായാലും VN വാസവൻ ഈ ഏറ്റുമാനൂരിൽ നിന്ന് വീണ്ടും കേരളത്തിന്റെ നിയമസഭയിലേക്ക് പോകാനായി മത്സരിക്കുന്ന ഈ അംഗത്തിൽ അവിടെ നാട്ടകം സുരേഷിന് ഒരു അട്ടിമറി നടത്താൻ കഴിയുമെന്നൊരു സൂചന ഏറ്റുമാനൂർ മണ്ഡലം നൽകുന്നില്ല. അങ്ങനെയാണെങ്കിൽ VN വാസവൻ തന്നെ ഏറ്റുമാനൂരിൽ നിന്ന് കേരളത്തിന്റെ നിയമസഭയിലേക്ക് പോകും എന്ന് ഏറ്റുമാനൂർ പ്രവചിക്കുകയാണ്, പറയുകയാണ്. ഏറ്റുമാനൂരിൽ നിന്ന് നമ്മൾ കോട്ടയത്തേക്ക് പോകുന്നു. കോട്ടയത്ത് രാഷ്ട്രീയ എതിരാളികൾ പോലും വലിയ അട്ടിമറിയൊന്നും പ്രതീക്ഷിക്കാൻ സാധ്യതയില്ല. തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ഉറച്ച മണ്ണും മണ്ഡലവുമാണ്. കഴിഞ്ഞ തവണ തിരുവഞ്ചൂരിന്റെ ഭൂരിപക്ഷം 18,743 വോട്ടുകളാണ്. ഇത്തവണ തിരുവഞ്ചൂരിനെ എതിരിടാൻ CPM-ന്റെ K അനിൽകുമാറാണ് ഇറങ്ങുന്നത്. BDJS-ന്റെ സീറ്റ്, BDJS-ന് വേണ്ടി P അനിൽകുമാറും ഇറങ്ങുന്നു. ഏതായാലും കോട്ടയം നിയമസഭാ നിയോജക മണ്ഡലത്തിൽ നിന്ന് 2026 ഒരിക്കൽ കൂടി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കേരളത്തിന്റെ നിയമസഭയിലേക്ക് പോകുമെന്ന് കോട്ടയം പറയുമ്പോൾ കോട്ടയത്ത് നിന്ന് നമ്മൾ പുതുപ്പള്ളിയിലേക്ക് പോവുകയാണ്. പുതുപ്പള്ളി ഉമ്മൻചാണ്ടിയുടെ മണ്ഡലം എന്ന നിലയിൽ, ഉമ്മൻചാണ്ടിക്ക് ശേഷം മകൻ ചാണ്ടി ഉമ്മന്റെ മണ്ഡലം എന്ന നിലയിൽ തന്നെ അറിയപ്പെടുന്ന മണ്ഡലമാണല്ലോ. അവിടെയും അട്ടിമറി പ്രതീക്ഷിക്കുന്നില്ല. ഏതായാലും ജയിക്ക് വലിയ പോരാട്ടങ്ങൾ നടത്തി ഉമ്മൻചാണ്ടിയുടെ ഭൂരിപക്ഷം കുറച്ചുകൊണ്ട് വന്നിരുന്നു എന്നുകൂടി നമുക്ക് ശ്രദ്ധിക്കേണ്ടി വരുന്നു. പക്ഷേ JC തോമസിന് ഇത്തവണ അവിടെ സീറ്റ് നൽകിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. ഏതായാലും പുതുപ്പള്ളി ഉമ്മൻചാണ്ടിയുടെ തട്ടകം, സ്വന്തം മണ്ണ് എന്നറിയപ്പെടുന്ന ആ മണ്ഡലത്തിൽ ഉമ്മൻചാണ്ടി 2021 9,044 വോട്ടുകൾക്കാണ് ജയിക്കിനെ തോൽപ്പിച്ചതെങ്കിൽ
അതിനുശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ചാണ്ടി ഉമ്മന്റെ ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ വോട്ട് മലയാണ്, വോട്ട് കോട്ടയാണ്. ജയിക്കിനെതിരെ ചാണ്ടി ഉമ്മൻ 37,719 വോട്ടുകൾക്ക് വിജയിച്ച മണ്ഡലം. ആ ഉപതെരഞ്ഞെടുപ്പിലായിരുന്നെങ്കിൽ ചാണ്ടി ഉമ്മൻ ഇങ്ങനെ മണ്ഡലം മുഴുവൻ ഓടുകയായിരുന്നു. ഇപ്പൊ സൈക്കിളാണ്. ഇപ്പൊ കുറച്ച് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ കോൺഫിഡൻസ് കൂടിയെന്ന് തോന്നുന്നു. ഇപ്പൊ സൈക്കിളിലാണ് വോട്ടുപിടുത്തമൊക്കെ. അപ്പൊ അങ്ങനെ വലിയ ഫ്ലക്സുകളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് മാതൃകാപരമായി ചില ഇടപെടലുകളൊക്കെ നടത്തിക്കൊണ്ട് ചാണ്ടി ഉമ്മൻ അവിടെ പുതുപ്പള്ളിയുടെ പ്രതിനിധിയായ ഒരിക്കൽ കൂടി കേരളത്തിന്റെ നിയമസഭയിലേക്ക് വലിയ ലീഡിൽ തെരഞ്ഞെടുക്കപ്പെടും എന്ന് തന്നെ പുതുപ്പള്ളി പറയുകയാണ്. പുതുപ്പള്ളിയിൽ നമ്മൾ ചങ്ങനാശ്ശേരിയിലേക്ക് പോവുകയാണ്. ചങ്ങനാശ്ശേരിയിലും ഇത്തവണ അതിശക്തമായ മത്സരമാണ്, പ്രവചനാതീതമായ മത്സരമാണ്. ജോബ് മൈക്കൽ സിറ്റിംഗ് MLA, ആ ജോബിനെ നേരിടാൻ മിനു ജോബ് എന്ന സ്ഥാനാർത്ഥി ഇറങ്ങുന്നു. BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് B രാധാകൃഷ്ണ മേനോനും മത്സരിക്കുന്ന മണ്ഡലം. കഴിഞ്ഞ തവണ ജോബിന്റെ ലീഡ് ഭൂരിപക്ഷം 6,059 വോട്ടുകളായിരുന്നു. നമ്മള് ചങ്ങനാശ്ശേരിയെ കുറിച്ച് പറയുമ്പോൾ CF തോമസ് എന്ന പേര് പറയാതെ പോകാൻ കഴിയില്ല. തുടർച്ചയായി 9 തവണയാണ് CF തോമസ്, മുൻ മന്ത്രി കൂടിയായിരുന്ന CF തോമസ്, കേരള കോൺഗ്രസ് നേതാവ്, ആ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചത്. അപ്പൊ CF തോമസിന്റെ നിര്യാണത്തിന് ശേഷമാണ് അവിടെ 2021 നടക്കുന്ന തെരഞ്ഞെടുപ്പിലാണ് ജോബ് മൈക്കൽ അവിടെ ആ മണ്ഡലം ചുവപ്പിക്കുന്നത്. ഏതാണ്ട് 5 പതിറ്റാണ്ടായി കേരള കോൺഗ്രസിന്റെ കുത്തകയായിരുന്ന ഒരു മണ്ഡലം എന്ന് അറിയപ്പെടുന്ന ചങ്ങനാശ്ശേരിയിൽ ഇത്തവണ കഴിഞ്ഞ തവണത്തെ LDFന്റെ അട്ടിമറി മണ്ഡലം ചുവന്നു. ഇത്തവണ ഏതെങ്കിലും തരത്തിലൊരു അട്ടിമറിക്ക് സാധ്യതയുണ്ടോ എന്ന ചോദ്യത്തിന് അട്ടിമറി സാധ്യതയുണ്ട് തരംഗമാണെങ്കിൽ എന്ന സൂചന തന്നെയാണ്. എങ്കിൽ പോലും നിലവിൽ ഇപ്പോഴും ജോബ് മൈക്കിൾ എന്ന സ്ഥാനാർത്ഥിയുടെ പ്രത്യേകത അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ, അദ്ദേഹം ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ ആ ഒരു കരിസ്മയും ഒക്കെ കൊണ്ട് ജോബ് മൈക്കിളിന് അനുകൂലമായി തന്നെ നമ്മൾ ഈ മണ്ഡലം ഇക്കുറിയും ചിന്തിക്കും എന്നുള്ള സൂചനയാണ് നമുക്ക് ചങ്ങനാശ്ശേരി നൽകുന്നതെങ്കിൽ ഇത്തവണ വീണ്ടും ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഒരിക്കൽ കൂടി ജോബ് മൈക്കൽ ഇടതുപക്ഷത്തിന് വേണ്ടി കേരളത്തിന്റെ നിയമസഭയിലേക്ക് പോകുമെന്ന് ചങ്ങനാശ്ശേരി പറയുമ്പോൾ നമ്മൾ കാഞ്ഞിരപ്പള്ളിയിലേക്ക് വരികയാണ്. കാഞ്ഞിരപ്പള്ളിയും ഈ പറയുന്നത് പോലെ തുടർച്ചയായി സിറ്റിംഗ് MLA N ജയരാജ് ജയിച്ചു വരുന്ന മണ്ഡലമാണ്. അവിടെ റോണി കെ ബേബിയാണ് ഒരു അട്ടിമറിക്ക് വേണ്ടി കോളേജ് അധ്യാപകൻ കൂടിയായ റോണി കെ ബേബി ഇറക്കുമ്പോൾ അതിശക്തമായ ത്രികോണ മത്സരമാണ് അവിടെ നടക്കുന്നത്. കാരണം BJP സ്ഥാനാർത്ഥിയായി കേന്ദ്രമന്ത്രി കൂടിയായ ജോർജ് കുര്യൻ തന്നെ ഇറങ്ങുകയാണ്. അങ്ങനെ ഒരു വലിയ പ്രധാനപ്പെട്ട നമ്മുടെ സംസ്ഥാന തലത്തിൽ തന്നെ ശ്രദ്ധേയമായ ഒരു മണ്ഡലമായിട്ട് കാഞ്ഞിരപ്പള്ളി മാറുമ്പോൾ കഴിഞ്ഞ തവണത്തെ N ജയരാജിന്റെ ലീഡ് ഭൂരിപക്ഷം 13,703 വോട്ടുകളുടെ ലീഡാണ്. ചീഫ് വിപ്പ് കൂടിയായിരുന്നു അദ്ദേഹം എന്ന് നമുക്കറിയാം. തുടർച്ചയായി 3 തവണ അദ്ദേഹം MLA ആയി. ജോസഫ് വാഴക്കനാണ് കഴിഞ്ഞ തവണ അവിടെ മത്സരിച്ചത്. ജോസഫ് വാഴക്കൻ ഇക്കുറി സീറ്റ് കൊടുത്തിട്ടില്ല എന്നുള്ളതും ഒരു വളരെ വേദനാജനകമായ ഒരു കാര്യമാണ്. വാഴക്കനെ പോലൊരു നേതാവിന് സീറ്റില്ല എന്ന് പറഞ്ഞാൽ അത് എത്രയോ കാലമായി, പതിറ്റാണ്ടുകളായിട്ട് കോൺഗ്രസിന്റെ ഒരു വക്താവെന്ന നിലയിൽ തന്നെ അത്രയേറെ ഹാർഡ് വർക്കിംഗ് ആയി, അത്രയേറെ കഠിനാധ്വാനം ചെയ്തിട്ടുള്ള നേതാവിന് ഇത്തവണ സീറ്റ് കൊടുത്തില്ല. അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിൽ ഇനി അക്കോമഡേറ്റ് ചെയ്യുമായിരിക്കും കോൺഗ്രസ് വരുന്ന മാസങ്ങളിൽ. ഏതായാലും ആ നിലയ്ക്കൊക്കെ ശ്രദ്ധേയമായ ഒരു മണ്ഡലം ഇത്തവണ കാഞ്ഞിരപ്പള്ളിയിൽ N ജയരാജിനെ നേരിടാൻ റോണി കെ ബേബിയും ഒപ്പം ജോർജ് കുര്യനും ഇറങ്ങുമ്പോൾ ശക്തമായ ത്രികോണ മത്സരത്തിൽ ഒരിക്കൽ കൂടി N ജയരാജ് കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് കേരളത്തിന്റെ നിയമസഭയിലേക്ക് പോകുമെന്ന സൂചന കാഞ്ഞിരപ്പള്ളി നൽകുമ്പോൾ അതിശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന പൂഞ്ഞാറിലേക്കാണ് നമ്മൾ വരുന്നത്. പൂഞ്ഞാർ BC ജോർജുമായി ചേർത്ത് വായിക്കേണ്ടി വരുന്ന ഒരു മണ്ഡലമാണ്. അവിടെ സെബാസ്റ്റ്യൻ കുളത്തുങ്കലാണ് സിറ്റിംഗ് MLA തന്നെയാണ് ഇക്കുറി കളത്തിലേക്ക് ഇറങ്ങുന്നത് വീണ്ടും. അതേസമയം സെബാസ്റ്റ്യൻ MJ, സജി ജോസഫ് എന്നറിയപ്പെടുന്ന സെബാസ്റ്റ്യൻ MJ ആണ് UDFന്റെ സ്ഥാനാർത്ഥിയായി ഇറങ്ങുന്നത്. PC ജോർജ് BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് തന്നെ അവിടെ മത്സരിക്കുന്നു, താമര ചിഹ്നത്തിൽ മത്സരിക്കുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. കഴിഞ്ഞ തവണ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ എന്ന LDF സ്ഥാനാർത്ഥിയുടെ ലീഡ് 16,817 വോട്ടുകളായിരുന്നു. PC ജോർജുമായി ബന്ധപ്പെട്ട് പൂഞ്ഞാറിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ നിന്ന് 1980 മുതൽ 7 തെരഞ്ഞെടുപ്പുകളിലാണ് PC ജോർജ് പൂഞ്ഞാറിൽ നിന്ന് വിജയിച്ച് കേരളത്തിന്റെ നിയമസഭയിൽ എത്തിയിട്ടുള്ളത്. 2016 അദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിന്നും മത്സരിച്ചു. 3 മുന്നണികളെയും പരാജയപ്പെടുത്തിക്കൊണ്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് 2016 PC ജോർജ് കേരളത്തിന്റെ നിയമസഭയിലേക്ക് എത്തുമ്പോൾ അത്തവണത്തെ അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം 27,821 വോട്ടുകളായിരുന്നു എന്നുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരുന്നു. കഴിഞ്ഞ തവണ 2021 അദ്ദേഹം 2ാം സ്ഥാനത്ത് വരികയും ചെയ്തു. UDFനെയും BJPയും ഒക്കെ 3ഉം 4ഉം സ്ഥാനങ്ങളിലേക്ക് തള്ളിക്കൊണ്ട് PC ജോർജ് 2ാം സ്ഥാനത്ത് വരികയും ചെയ്തു. 2021 1996 മുതൽ തുടർച്ചയായി 5 തവണയും പിന്നീട് 80-ലും 82-ലും അങ്ങനെ 7 തവണയാണ് PC ജോർജ് പൂഞ്ഞാറിൽ നിന്ന് വിജയിച്ചിട്ടുള്ളത്.
ഏതായാലും നമുക്കറിയാം ഇപ്പോൾ സെബാസ്റ്റ്യൻ കുളത്തുങ്കലിനെ സംബന്ധിച്ച് അവരുടെ മുന്നണി, അവരുടെ പാർട്ടി കേരള കോൺഗ്രസ് മാണി വിഭാഗം UDF-ലേക്ക് വരണമെന്നൊക്കെ ആഗ്രഹിച്ച ഒരു സ്ഥാനാർത്ഥിയാണ്, നേതാവാണ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ. ഏതായാലും ഇത്തവണയും LDF-ന്റെ പ്രതിനിധിയായി തന്നെ അദ്ദേഹം മത്സരിക്കുകയാണ്. നമ്മൾ അതിശക്തമായ ഒരു മത്സരമാണ് നമ്മളവിടെ കാണുന്നത്. ഏത് നിലയ്ക്ക് ചിലപ്പോൾ ഒരു അട്ടിമറി പോലും സംഭവിക്കാൻ, ഒരു വലിയ കാറ്റടിച്ചാൽ, UDF-ന് അനുകൂലമായ ഒരു കാറ്റടിച്ചാൽ ഒരു അട്ടിമറി പോലും സംഭവിക്കാൻ സാധ്യതയുള്ള മണ്ഡലത്തിൽ പക്ഷേ ഒരു നേരിയ എഡ്ജ് ഇപ്പോഴും LDF-ന് അനുകൂലമായിട്ടാണ് എന്ന് പൂഞ്ഞാർ പറയുകയാണ്. സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ തന്നെ ഒരിക്കൽ കൂടി പൂഞ്ഞാറിൽ നിന്ന് കേരളത്തിന്റെ നിയമസഭയിലേക്ക് പോകും എന്ന് പൂഞ്ഞാർ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഇടയ്ക്ക് ഞാൻ വിട്ടുപോയൊരു സ്ഥാനാർത്ഥിയുണ്ട്. അത് പാലായിലെ സ്ഥാനാർത്ഥിയാണ്, പാലായിലെ BJP സ്ഥാനാർത്ഥിയാണ്. അതിന്റെ പേര് ഞാൻ പറയാൻ വിട്ടുപോയെന്ന് തോന്നുന്നു. ജോസ് കെ മാണിക്കും മാണി സി കാപ്പനും ഒപ്പം പാലായിൽ ഇറങ്ങുന്നത് ഷോൺ ജോർജ്, PC ജോർജിന്റെ മകൻ, BJP-യുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ്, BJP-യുടെ ശക്തനായ കരുത്തനായ യുവമുഖം ഷോൺ ജോർജാണ് പാലായിൽ ഇറങ്ങുന്നത്. ത്രികോണ മത്സര സ്വഭാവം തീർച്ചയായിട്ടും പാലായ്ക്കുമുണ്ട്. അപ്പോഴും നമ്മൾ ചെറിയ ഒരു എഡ്ജ് നൽകിയിട്ടുള്ളത് മാണി സി കാപ്പനാണ്. അതിശക്തമായ മത്സരമാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പ്രവചനം അസാധ്യമായ മണ്ഡലം തന്നെയാണ്. ജോസ് കെ മാണി അതിശക്തമായ പ്രചാരണം നടത്തിയ മണ്ഡലമാണ്. അതായത് പ്രവചനാതീതമായ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളുണ്ട് കോട്ടയം ജില്ലയിൽ. എങ്കിലും 2021 സ്റ്റാറ്റസ് കോ കോട്ടയം ജില്ല നിലനിർത്തുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന ഡാറ്റയിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളിൽ നിന്നും നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത്. LDF-ന് 2021 പോലെ അതേ സീറ്റുകൾ, LDF-ന് 5 സീറ്റുകൾ, UDF-ന് 2021 ലഭിച്ച ആ സീറ്റുകൾ UDF-ന് നിലനിർത്താൻ കഴിയുന്നു. UDF-ന് 4 സീറ്റുകൾ. ഇത് പറയുമ്പോഴും വൈക്കത്ത്, പാർട്ടിയുടെ കോട്ടയായ CP-യുടെ കോട്ടയായ വൈക്കത്ത് അട്ടിമറിയുടെ ചെറിയ സൂചനകൾ, ലാഞ്ചനകളുണ്ട്. പൂഞ്ഞാറിൽ അതിശക്തമായ മത്സരം നടക്കുന്നു. ചിലപ്പോൾ അവിടെ അട്ടിമറി സംഭവിച്ചേക്കാം തരംഗമടിച്ചാൽ. പാലായിൽ പ്രവചനാതീതമാണ് മത്സരം. ചങ്ങനാശ്ശേരിയിലും അതിശക്തമായ പോരാട്ടം നടക്കുന്നു. അപ്പോഴും 5 LDF 4 UDF എന്ന ആ ടാലിയിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ്. കോട്ടയം ജില്ലയിൽ നിന്ന് മറ്റ് പ്രധാനപ്പെട്ട ജില്ലകളിലേക്ക് വളരെ വേഗം നമ്മൾ പോവുകയാണ്. കൂടെയിരുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹമറിയിക്കട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റുകളായി രേഖപ്പെടുത്തും എന്നും പ്രതീക്ഷിക്കുകയാണ്. ഒത്തിരി സ്നേഹം.